നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി ഞാൻ എല്ലാ വീഡിയോയിലും തരുന്നതാണ് കേട്ടോ. വീഡിയോയിലൂടെ മറുപടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചോളൂ. ഈ ചെമ്പരത്തിത്താളിയും നെല്ലിക്കപ്പൊടി ഇട്ട് വെച്ച് പിറ്റേ ദിവസത്തേക്ക് ചീത്തയാവില്ല കേട്ടോ. തലേ ദിവസം കലക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ തേക്കാം. വൈകുന്നേരം ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ചീത്തയാവില്ല തല വെച്ച്. പിന്നെ കൂടാതെ ബീട്രൂട്ട് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതി. അത് നിങ്ങളുടെ സൗകര്യം പോലെ കേട്ടോ. ഓരോരുത്തർക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആണെങ്കിൽ ഒരു പ്രാവശ്യം വെച്ചാൽ മതി. കൂടുതൽ കൂട്ടി വെച്ചാൽ 5-6 ദിവസം വരെ ഇരിക്കും കേട്ടോ. മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെറുതെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ കൂടുതൽ എടുത്ത് വെച്ചാൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നേ ഉള്ളൂ. ബീട്രൂട്ട് പാക്ക് ഒരു ദിവസമാണ് തേക്കുന്നതെങ്കിൽ എളുപ്പമുള്ള അലോവേര വേണമെങ്കിൽ എടുത്ത് തേക്കാം കേട്ടോ. വേറൊരു ദിവസം അങ്ങനെ മാറ്റി മറിച്ച് നിങ്ങൾക്ക് തേക്കാം കേട്ടോ. എല്ലാം നല്ല റിസൾട്ടാണ്. പിന്നെ മുടിയുടെ അറ്റം തിന്നായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ബാക്കി മുടിയെല്ലാം ഈ കൊഴിഞ്ഞു പോയ മുടി വളർന്നു വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മുടിയുടെയും നീളം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം വളരുന്നതനുസരിച്ചിട്ട് അത് വളർന്നുകൊണ്ടേയിരിക്കും. മുടി മടക്കി വെച്ചോളൂ. എന്നിട്ട് ഒരുവിധം മുടിയാവുമ്പോൾ ഒപ്പത്തിന് വെട്ടിവെക്കാം കേട്ടോ. അതാണ്, പോയ മുടി തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ മുടിയുടെ അത്ര നീട്ടം വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ദിവസം നോക്കിയിട്ട് മുടി തുമ്പൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. ഷാമ്പൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ കേട്ടോ. കണ്ടീഷണർ, ആയുർവേദ കണ്ടീഷണർ ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ ഉലുവയും തേങ്ങാപ്പാലും കൂടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും മുടിയുടെ കാര്യം ശ്രദ്ധിക്കാം കേട്ടോ. മുടിക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റ് ഡെയിലി നമ്മുടെ ഒരു മുടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എടുക്കാം. നമ്മൾ ഫേസ് നോക്കുന്നു അല്ലേ, ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ണ് അങ്ങനെ എല്ലാം നമ്മൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ മുടിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നു കേട്ടോ. ഇന്നത്തേക്ക് വെക്കരുത്. നനഞ്ഞ മുടി ഒരിക്കലും ഈരരുത് കേട്ടോ, കോംബ് ചെയ്യരുത്. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. മാക്സിമം വിരൽ കൊണ്ട് നമ്മൾ കൈ കൊണ്ട് വിടുത്താം. എന്നിട്ട് നമ്മൾ മസാജിന് വേണ്ടിയിട്ട് നമുക്ക് കോംബ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. കോംബ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, അതിന് കുഴപ്പമില്ല. മുടി ജടയുള്ളപ്പോൾ ചീപ്പ് വെച്ചിട്ട് കോംബ് ചെയ്യുമ്പോൾ ഉള്ള മുടി പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യയെല്ലാം പറഞ്ഞു തന്നത് കേട്ടോ. ഈ ഈറൻ മുടി നമ്മൾ കുളി കഴിഞ്ഞാൽ ഒരു തോർത്ത് വെച്ചിട്ട് കെട്ടിവയ്ക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം മുഴുവനും തോർത്ത് വലിച്ചെടുക്കും. അത് കഴിഞ്ഞ് അഴിച്ചിടുമ്പോൾ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ മുടി ഉണക്കരുത് കേട്ടോ. ചൂട് തട്ടുമ്പോൾ അത് മുടിക്ക് കേടാണ്. അതുപോലെ തലയിൽ ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ മിക്കവർക്കുള്ളൊരു സംശയമുണ്ട് കേട്ടോ, മുടി വളരുന്നത് പാരമ്പര്യം അനുസരിച്ചിട്ടാണോ എന്ന് കേട്ടോ. പാരമ്പര്യം ഒരു ഭാഗമാണ്, ഇല്ലയെന്നില്ല. പക്ഷേ അത് ഓരോരുത്തരുടെ ജീൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കാട്ടിൽ പോവുകയാണ്, കാട്ടിലേക്ക് നമുക്ക് അപ്പുറത്തെത്താൻ വഴിയുണ്ട്. അത് കാടാണ്, കുറ്റിച്ചെടികളുണ്ട്, നമുക്ക് എളുപ്പത്തിന് എത്തും വേണം. നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകാനുള്ള വഴി നമ്മൾ ക്ലിയർ ചെയ്ത് വേണം പോകാൻ. അപ്പോൾ മുടി പാരമ്പര്യം അനുസരിച്ച് മുടി വളരാനുള്ള പ്രവണത ഉണ്ടാകും. പക്ഷേ പാരമ്പര്യമാണല്ലോ മുടി വളരും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ മുടി വളരില്ല കേട്ടോ. മുടി വളരുവാനുള്ള ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ മുടി വന്നാലും അതിനെ നമ്മൾ പരിചരിക്കണം കേട്ടോ. ഇപ്പോൾ അമ്മയ്ക്ക് മുടിയില്ല, കുട്ടികൾക്ക് മുടി ഉണ്ടാവാം കേട്ടോ. അതുപോലെ മുടിയുള്ള അമ്മമാരുടെ കുട്ടികൾക്ക് മുടി ഇല്ലാതെയാവാം. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഉണ്ടാവാനുണ്ട്. അപ്പോൾ മുടി ഉണ്ടെങ്കിൽ തന്നെയും, പാരമ്പര്യമുള്ള ആൾക്കാർക്ക് മുടി ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഏജ് ആകുമ്പോഴത്തേക്കും മുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്നുണ്ടാകും. കാരണം അവർ ശ്രദ്ധയില്ലായ്മയാണ് കേട്ടോ. അപ്പോൾ പാരമ്പര്യം കൊണ്ട് മുടി ഉണ്ടാവാനുള്ളത് ഉണ്ടാവാം, പക്ഷെ നമ്മൾ അതിനെ പരിചരിച്ചാൽ മാത്രമേ ആ മുടി നിലനിൽക്കുള്ളൂ കേട്ടോ. പിന്നെ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ ശരീരം മെലിയും എന്ന് ചോദിച്ചു കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് മേധസ്സാണ്.
ഒരു പരിധി വരെ നമുക്ക് കുമ്പളങ്ങ ജ്യൂസ് നോക്കി ഡയറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മെലിയും കേട്ടോ. അല്ലാത്ത ദുർമേധസ് എല്ലാം കൂടും. വയറൊക്കെ ആണെങ്കിൽ കുറയും, വയറിന് കട്ടിപ്പ് തോന്നില്ല കുമ്പളങ്ങ ജ്യൂസ് കഴിച്ചാൽ കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് കഴിച്ചിട്ട് നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് മെലിഞ്ഞു പോകും കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത്രയ്ക്കും ക്ഷീണിക്കില്ല കേട്ടോ. ഒന്ന് ഇപ്പം നമ്മുടെ വയറൊക്കെ കുറയും, ദുർമേധസ് പോകുന്നതായിരിക്കും കേട്ടോ. ഞാനീ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ മുടി എപ്പോഴും മുടിയെക്കുറിച്ച് ചിന്ത വേണം. മുടി വളരണം, മുടി എപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കണം. മുടിക്ക് ഒരു സന്തോഷം തോന്നണം, എന്നെ നോക്കുന്നുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഒരാഴ്ച നിങ്ങൾ മുടി ശ്രദ്ധിക്കൂ, മുടി വിടുത്തി ജടയില്ലാതെ കെട്ടിവെച്ച് നോക്കൂ, അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സുകളാണ്. ഒരുപാട് ടിപ്സ് ഉണ്ട്, അപ്പോൾ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ടിപ്സും എനിക്ക് ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും ഞാനത് കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് 2 നേരമൊക്കെ കുളിക്കേണ്ടി വരും, തലയൊക്കെ നനയ്ക്കേണ്ടി വരും. രാവിലെ കുളി കഴിയും, അപ്പോൾ വീണ്ടും ഈ പാക്കൊക്കെ പരട്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പരട്ടുമ്പോൾ വീണ്ടും കുളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചില സമയം രാവിലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പാക്ക് പരട്ടിയിട്ടായിരിക്കും കുളിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ മുടി നനയ്ക്കുക, നനഞ്ഞ മുടി ഈരാതിരിക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, മുടി അഴിച്ചിട്ട് നടക്കരുത് അധികം, ഉണങ്ങണ വരെ ആയിക്കോട്ടെ. പിന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മുടി മാക്സിമം കെട്ടി വയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ അശ്രദ്ധ കൊണ്ട് മുടി ഊരിപ്പോകരുത് കേട്ടോ. ഇത് നമ്മൾ ഒരു ചലഞ്ചായിട്ട് എടുക്കുക. നിങ്ങൾ വിടുത്തുമ്പോൾ ആദ്യത്തെ ദിവസം എത്ര മുടി ഊരി പോകുന്നുണ്ടെന്ന് നോക്കാം. എന്നിട്ട് മുടി കെട്ടി വെച്ച് കിടക്കാം. പിറ്റേ ദിവസവും ഇതുപോലെ നിങ്ങൾ വിടുത്തുമ്പോൾ എത്ര മുടി ഊരിപ്പോകുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ മുടി ഊരിപ്പോക്ക് കുറയും, കൊഴിഞ്ഞു പോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് മൂലം. ഈ മുടി ഒരുപാട് പോകുന്നത് ഒരു വിധം പറയുവാണെങ്കിൽ മുടി അശ്രദ്ധയായിട്ട് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ മുടി ഊരിപ്പോക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാം. രാത്രിയൊക്കെ ഇട്ടിട്ട് കിടക്കുക, അഴിച്ചിട്ട് കിടക്കരുത് കേട്ടോ. ഇതെൻ്റെ അടുത്തൊരു എണ്ണയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉലുവ മുളപ്പിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ ടിപ്സും ആൺകുട്ടികൾക്കും കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ മോന് എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പാക്കൊക്കെ. അപ്പോൾ കൂടുതലും ആൺകുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൺകുട്ടികൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ട് മുടിയെക്കുറിച്ചിട്ട്. അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പോണ സമയത്ത് മുടി വെട്ടേണ്ടി വരും, സ്കൂളിൽ സമ്മതിക്കില്ല. അപ്പോൾ മുടി അവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വണ്ണം എല്ലാം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് ഉടനെ നാളെ എത്താം കേട്ടോ. എല്ലാവർക്കും നല്ല കാലത്ത്.